ഞാനുണ്ടല്ലോ ഒരു +1 ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ഒത്തിരി കുരുവും പാടൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ അതൊക്കെ എങ്ങനെയാണ് ക്ലിയർ ആവുക, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം അമ്മ പറഞ്ഞു മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞളൊക്കെ അരച്ചത് തേച്ചാൽ മതി, നമ്മളങ്ങനെ കെമിക്കലൊന്നും എടുത്ത് തേക്കണ്ട, മഞ്ഞൾ നാച്ചുറൽ അത് തേച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേറെ ഒന്നും ആലോചിച്ചില്ല, നേരെ അന്ന് തന്നെ മഞ്ഞളെടുത്തിട്ട് രാവിലെ പുരട്ടി, എന്നിട്ട് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ണാടി നോക്കിയപ്പോൾ ഇച്ചിരി മഞ്ഞപ്പോൾ കൂടുതൽ. അപ്പോൾ ഞാൻ കരുതി അമ്മ മഞ്ഞൾ കൂടുതലാണോ ലേശം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല, ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ യൂണിഫോം ഒക്കെ ഇട്ട് പോയി. അപ്പോൾ യൂണിഫോം ഇടുന്ന സമയത്ത് എൻ്റെ പിങ്ക് യൂണിഫോമാണ്. അപ്പോൾ പിങ്ക് യൂണിഫോമിനകത്ത് നമുക്ക് കാണുന്നില്ല യെല്ലോ ഇച്ചിരി കൂടുതലായിട്ട്. അപ്പം യെല്ലോ കണ്ടപ്പോൾ ഞാൻ കരുതി ഇച്ചിരി കൂടുതലായിരിക്കും, പിന്നെ ആലോചിച്ചില്ല അമ്മ അങ്ങനെ കള്ളം പറയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് പോകുമ്പോഴൊക്കെ ബസ്സിലൊക്കെ ആണെങ്കിലും അറിയാത്ത ആളുകളാണല്ലോ, ജസ്റ്റ് ഒന്ന് എന്നെ അങ്ങനെ നോക്കണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ സ്കൂളിൽ എത്തിയിട്ട് അതിനകത്ത് നമ്മുടെ ക്ലാസ്സിനകത്തോട്ട് കയറിയപ്പം കൂട്ടുകാരൊക്കെ വന്ന് ഉടനെ എന്നെ പറഞ്ഞു, വേണ്ടി എൻ്റെ മുഖം നല്ല മഞ്ഞായിട്ടാണ് ഇരിക്കണത്, നല്ല മഞ്ഞായിട്ടാണ് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സാഡ് അടിച്ചു. ഞാൻ പറഞ്ഞു അല്ല മഞ്ഞപ്പൊടി തേച്ചാണെന്ന് പറഞ്ഞാൽ ചമ്മൽ മറക്കാൻ വേണ്ടി. ഞാൻ എനിക്കറിയാം മഞ്ഞപ്പൊടി തേച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കണത്, എൻ്റെ മുഖത്ത് കുരുമ്പാടൊക്കെ മാറാൻ വേണ്ടിയിട്ട് അമ്മ സജസ്റ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവെല്ലിൽ പോകുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ, എവിടെ പോകുമ്പോഴാണെങ്കിലും ആര് കണ്ടാലും കുഞ്ഞു പിള്ളേർ വരെ എന്നോട് പറയുക, ചേച്ചി മുഖത്ത് മഞ്ഞ കൂടുതലാണ്, ഭയങ്കര മഞ്ഞയായിട്ടുണ്ട് ചേച്ചി, കഴുകണം കേട്ടോ എന്ന് പറഞ്ഞ്. ശരി മോളെ അങ്ങനെ. പക്ഷെ എനിക്ക് എന്താ ആ സമയത്ത് തോന്നിയെന്ന് വെച്ചാൽ, ആക്ച്വലി ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റെയറിങ് ആൻഡ് കൺഫ്യൂസിങ് മീ ദേ ചോസ് ടു ഇൻഫോം മീ വാട്ട് വാസ് റോങ്. അപ്പം പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനത്തെ ആളുകളെ ഇപ്പം കാണില്ല, അതൊക്കെ നിഷ്കളമായിട്ട് പിള്ളേർ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ കൂടുതൽ ആളുകളും റൂഡായിട്ട് ക്രിട്ടിസൈസ് ചെയ്യണോ, അവളുടെ മേക്കപ്പ് നോക്കുക, അല്ലെങ്കിൽ അവൾ എന്തെങ്ങനെ കാണിച്ചിട്ട് നടക്കണേ, അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ആളെ കാണാതെ ആളുടെ പുറകിൽ പറയുകയാണ്, ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റിംഗ് ദം നോ എന്താണ് പ്രശ്നം എന്നുള്ളത്. മേ ബി അവർ അത് അറിയാതെ ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം എന്നെപ്പോലെ ഞാനൊരാളെ വിശ്വസിച്ചിറങ്ങിയതുപോലെ അവരും വേറെ ആരുടെയും സജഷൻ കേട്ട് ഇറങ്ങിയതായിരിക്കും. അപ്പം പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഞാൻ എൻ്റെ അമ്മേനെ കുറ്റം പറയുമല്ല, ബിക്കോസ് ഷീ മൈറ്റ് നോട്ട് ഹാവ് നോട്ടീസ്ഡ്. രാവിലെ മോർണിംഗിൽ തിരക്കായിട്ട് ഓടുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം എന്നെ നല്ലപോലെ ശ്രദ്ധിച്ച് കാണത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു, അതായത് യു ട്രസ്റ്റഡ് സംവൺ വിത്ത് സംതിങ് ആൻഡ് നിങ്ങൾ പുറത്ത് പോയപ്പോൾ ദ സ്റ്റോറി വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എന്താണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ളൊരു ഇങ്ങനത്തെ ഒരു അനുഭവം എന്നുള്ളത്. സീൻ അനദർ വീഡിയോ. ബൈ.